ഇനി 58 മുതൽക്കുള്ള ഏതാനും ആയത്തുകൾ നമ്മൾ മുമ്പ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ചില മര്യാദകളുണ്ടായിരുന്നു. അതേതാണ് ആ മര്യാദ? വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അതായത് നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഭവനങ്ങളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുവാദമാരായണം. അനുവാദം ചോദിച്ചിട്ടേ കിടക്കാവൂ. കാരണം അനുവാദം ചോദിക്കേണ്ടി വന്നത് ദൃഷ്ടി അനാവശ്യമായിടത്തേക്ക് ദൃഷ്ടി പോയി പതിയാനും, അതുപോലെ തന്നെ അവിടെ ആ വീടകത്തിലുള്ള ആളുകൾക്കത് അപമാനവും അതുപോലെ തന്നെ ഒരു ഐബൊക്കെ ആയി മാറാനും കാരണമായി മാറും. അതുകൊണ്ട് ദൃഷ്ടികളുടെ നിയന്ത്രണത്തിൻ്റെ ആവശ്യാർത്ഥം തന്നെയാണ് അന്യരോട് പറഞ്ഞു, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ കയറുമ്പോൾ, അന്യ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അനുവാദമാരായണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു വിവരണം എന്ന നിലക്ക് അവർക്ക് മാത്രമല്ല വേറെ ചില ആളുകൾക്കും, വീടകത്തിൻ്റെ ഉള്ളിൽ തന്നെയും സ്വന്തം ഭവനങ്ങളിലുള്ള ആളുകൾ തന്നെയും ഒരു വീട്ടിലുള്ള മെമ്പർമാർ തന്നെയും സ്വകാര്യതയുടെ നിമിഷങ്ങൾ ആ വീട്ടിലുള്ള മെമ്പർമാർക്കുള്ള ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ അവർ കിടക്കുന്ന ബെഡ്റൂമുകളിലേക്ക്, അവർ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ, പെർമിഷനില്ലാതെ ആ വീട്ടിൽ താമസിക്കുന്നവരായ കുട്ടികൾ പോലും, വകതിരിവുള്ള അത്തരത്തിലുള്ള കുട്ടികൾ പോലും, അതുപോലെ അവിടെ വേലക്കാരായി ജോലി ചെയ്യുന്നവർ പോലും പ്രവേശിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിയമം. എത്രത്തോളം ഒരു വീടകത്തിൻ്റെ അച്ചടക്കം, അതുപോലെ തന്നെ അന്യരുടെ കാണരുതാത്ത ഒരു കാര്യം കാണാൻ ഇടവരാൻ സാധ്യതയുള്ള കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടക്കുകയാണ്. എന്തുമാത്രം മേന്മയേറിയ ആദാബുകളാണ്, സംസ്കാരമാണ്, മര്യാദകളാണ് ഇസ്ലാം ഇതിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ഈ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ. ഒക്കെ മുഅ്മിനുകളോടാണ് കൽപ്പന. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പാലിക്കാനുള്ള നിർദ്ദേശമാണ് ഈ പറയുന്നത്. ഓ വിശ്വാസികളെ, ലിയസ്തഅ്ദിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങൾ അനുവാദം ചോദിക്കണേ, നിങ്ങൾ അനുവാദം തേടണേ. ലിയസ്തഅ്ദിൻകും, നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. ഇസ്തഅ്ദന, അനുവാദം ചോദിച്ചു. ഇതിന് എന്ന് പറഞ്ഞാൽ പെർമിഷനാണ്, അനുവാദം. ഇതിന് ഇസ്തഅ്ദന എന്ന് പറഞ്ഞാൽ അനുവാദം തേടി, പെർമിഷൻ ആവശ്യപ്പെട്ടു എന്നാണ്. ലിയസ്തഅ്ദിൻ, തേടട്ടെ, അനുവാദം ചോദിക്കട്ടെ എന്ന കൽപ്പനാക്രിയയാണത്. അപ്പം എന്താവും ഉദ്ദേശം? യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിൻകും, കണ്ടോ, ലിയസ്തഅ്ദിൻ പ്ലസ് കും എന്നാണ്. ലിയസ്തഅ്ദിൻകും, നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ എന്നായി അർത്ഥം. ലിയസ്തഅ്ദിൻകും, അറബി ഭാഷയിൽ കൽപ്പനാക്രിയ ഈ വിധത്തിൽ വരുന്നത് ലിയഫ്അൽ, അവൻ ചെയ്യട്ടെ, ലിയദ്രിബ്, അവൻ അടിക്കട്ടെ, ലിയൻദുർ, അവൻ നോക്കട്ടെ, കൽപ്പനാക്രിയയാണ്. ഇതേപോലെ ലിയസ്തഅ്ദിൻ, അനുവാദം ചോദിക്കട്ടെ, കും, നിങ്ങളോട്. അപ്പം എന്തായി അർത്ഥം? ലിയസ്തഅ്ദിൻകും, നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ, നിങ്ങളോട് അനുവാദമാരായട്ടെ. ആര്? അല്ലദീന, ഒരു കൂട്ടർ. ആരൊക്കെ അനുവാദം തേടണം? അല്ലദീന മലക്കത്ത് ഐമാനുക്കും. മലക്കത്ത് എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി എന്നാണ് അർത്ഥം. ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർ, അതൊരു പ്രയോഗമാണ്. മുതലാളിയുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമകൾക്കാണ് ആ പ്രയോഗം.
അപ്പം അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരം ഈ ഉടമക്കാണല്ലോ ഉള്ളത്. ഇതിനൊക്കെ വേറെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം വേറെ വെച്ചിട്ടുമുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഏതായിരുന്നാലും നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അഥവാ നിങ്ങളുടെ അടിമകൾ, ആ അടിമകൾ വീടുകളിലുണ്ടാവുമല്ലോ, വീടുകളിൽ അടിമകൾ ഉണ്ടാകുമല്ലോ. ഇന്നത്തെ സാഹചര്യമല്ല പറയുന്നത്. ഇന്നിപ്പോൾ അടിമ സമ്പ്രദായം ഇല്ല, അടിമകളും ഇല്ല. അതേ അവസരത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലെ മെമ്പർമാരല്ലാതെ പിന്നെ ഉണ്ടാകുക ആരാണ്? ആ വീട്ടിൽ എപ്പോഴും ചുറ്റിപ്പറ്റി കഴിയുന്ന, വീടിൻ്റെ അകത്തൊക്കെ ജോലി ചെയ്യുന്ന അത്തരത്തിലുള്ള സ്ത്രീകളായ ഖാദിമത്തുകൾ, അതുപോലെയുള്ള വേലക്കാരായ ആളുകൾ, സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ആ നിലക്ക് നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരും അവർ നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ, സമ്മതം ചോദിക്കട്ടെ. അവര് മാത്രമാണോ? വല്ലദീന, ഒരു കൂട്ടരും. അതാരാ ആ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലം യബ്ലുഗൂ, അവർ എത്തിയിട്ടില്ല. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി. ബലഗ യബ്ലുഗു, ബലഗ യബ്ലുഗു. ലം യബ്ലുഗു, അവർ എത്തിയിട്ടില്ല. എന്തെത്തിയിട്ടില്ല? അൽ ഹുലുമ, പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഹുലുമ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും പ്രായപൂർത്തി എത്തുക എന്ന് പറയുമ്പോൾ സ്ഖലനം സംഭവിക്കുന്ന ആ ഒരു പ്രായം, ഉറക്കത്തിലോ ഉണർച്ചയിലോ ഒക്കെ സ്ഖലനം സംഭവിക്കുന്ന ആ നിലക്കുള്ള, അപ്പോഴാണല്ലോ ഒരു പ്രായപൂർത്തിയുടെ അടയാളമാണുള്ളത്. അപ്പം അതാണ് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ലം യബ്ലുഗുൽ ഹുലുമ, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും. പ്രായപൂർത്തി എത്തിയവരെന്തായാലും ചോദിക്കണം. അപ്പം പ്രായപൂർത്തി എത്താത്തവരെ കുറിച്ചല്ലേ ഡൗട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും അവരും നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. എപ്പോഴൊക്കെ? സലാസ മർറാത്ത്, 3 സമയങ്ങളിൽ. 3 സമയങ്ങളിൽ അവർ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം അതല്ലെങ്കിൽ 3 അവസരം. മറത്ത് എന്ന് പറഞ്ഞ ഒരു വട്ടം, അവസരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ 3 അവസരങ്ങളിൽ അവർ സമ്മതം ചോദിക്കട്ടെ. ആ 3 അവസരങ്ങളും മനുഷ്യൻ അവൻ്റെ വസ്ത്രം ശരിയായ നിലക്ക് കൊടുക്കാതെ ഒരർദ്ധ വസ്ത്രത്തിലും ഒക്കെയായിക്കൊണ്ട് കഴിയാൻ സാധ്യതയേറെയുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഏതൊക്കെയാണത് 3 അവസരങ്ങൾ? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിൻ്റെ മുമ്പ്. ഒന്നതാണ്, ഫജ്ർ നമസ്കാരത്തിൻ്റെ മുമ്പായി. രാത്രി ഉറങ്ങാൻ കിടന്ന് ഫജ്റിന് എഴുന്നേൽക്കുന്ന സമയമായിരിക്കും അത്. ആ സമയത്ത് മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ ഉറങ്ങാൻ കിടക്കുന്ന വസ്ത്രം അർദ്ധവസ്ത്രമായിരിക്കും. ഇനി അതെല്ലാം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ആ വസ്ത്രം മാറി സാധാരണ നോർമൽ വസ്ത്രത്തിലേക്ക് അവൻ മാറ്റം നടത്തുന്ന നേരമായിരിക്കും. അങ്ങനെയൊക്കെ ശരീരത്തിൽ നിന്ന വസ്ത്രമൊക്കെ മാറിപ്പോകുന്ന ഒരവസരമാണത്. അതുപോലെ തന്നെ വഹീന തദഊന സിയാബകും മിനൽ ലഹീറ, വഹീന തദഊന, രണ്ടാമത്തെ അവസരം പറയാണ്. വഹീന തദഊന, നിങ്ങൾ എടുത്തു വെക്കുന്ന നേരത്തും. വളഅ യളഉ, നിങ്ങൾ അഴിച്ചു വെക്കുക, നിങ്ങൾ എടുത്തു വെക്കുന്ന നേരത്തും. വളഅ എന്ന് പറഞ്ഞാൽ വെച്ചു, യളഉ. വഹീന തദഊന സിയാബകും, നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾ എടുത്തു വെക്കുന്ന നേരത്തും. എപ്പോ? മിനൽ ലഹീറത്തി, ഉച്ചവേളയിലായിക്കൊണ്ട്. അപ്പോൾ ഉച്ചയുടെ സമയത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി, ഉച്ച സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഉച്ചയുടെ ആ ചൂടുള്ള സമയത്തോ ഒക്കെ ചിലപ്പോൾ ഒരു വിശ്രമത്തിന് വേണ്ടി മനുഷ്യൻ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി ആ നിലക്ക് വസ്ത്രമൊക്കെ എടുത്തു വെക്കുന്നൊരു നേരമാണ് പകൽ സമയത്ത്. അതാണ് പകൽ സമയത്ത് പറഞ്ഞത്, ആ ഒരു സമയമാണ്. പിന്നെയോ മൂന്നാമത്തത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിൻ്റെ ശേഷവും. സന്ധ്യാസമയത്തിൻ്റെ ശേഷം, അതേ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയാണ്, ആ സമയത്തും. അതുപോലെ തന്നെ സുബഹിയോടടുത്ത സമയത്തും, സുബഹിൻ്റെ തൊട്ട് മുമ്പുള്ള നേരത്തും. അതുപോലെ തന്നെ ഉച്ചവിശ്രമത്തിന് വേണ്ടി
അവൻ ഉച്ചക്ക് വിശ്രമിക്കാൻ വേണ്ടി അവൻ വിശ്രമസ്ഥലത്തതാ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് ആ നിലക്ക് ഒരു പാതി വസ്ത്രത്തിൽ സാധാരണ നിലക്കുള്ള ഒരാളുടെ മുമ്പിൽ ധരിക്കുന്ന വസ്ത്രമല്ലാത്ത മറ്റു നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവൻ കഴിയുന്ന ഈ മൂന്ന് അവസരങ്ങളിൽ വീട്ടിലുള്ള മെമ്പർമാര്, വീട്ടിലുള്ളവരായ പ്രായപൂർത്തി തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അവരും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവര് സമ്മതം ചോദിക്കണം. തീർന്നില്ല. സലാസു ഔറാത്തില്ലക്കും, സലാസു ഔറാത്തില്ലക്കും, 3 ഗോപ്യസ്ഥാനങ്ങളാണ് നിങ്ങൾക്കുള്ളത്. സലാസു 3 ഔറാത്തില്ലക്കും, ഔറാത്തില്ലക്കും, നിങ്ങളുടെ മേലതാ നിങ്ങൾ മറ്റുള്ളവർ അറിയാത്ത, നിങ്ങൾ മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള 3 അവസരങ്ങളാണത്. അതാണ് ഇവിടെ ഔറത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നഗ്നതക്കാണ് പറയുക. മറ്റൊരാൾ കാണൽ ഇഷ്ടപ്പെടാത്തതാണ് ഓരോരുത്തരുടെയും ഔറത്ത്. അങ്ങനെ സലാസു ഔറാത്തില്ലക്കുന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. നിങ്ങൾക്ക് 3 അത്തരത്തിലുള്ള മറഞ്ഞിരിക്കുന്ന അഥവാ മറ്റുള്ളവർ അറിയാവതല്ലാത്ത 3 അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ സമയങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ഇവിടെ ഔറാത്തില്ലക്കും.